116 സങ്കീർത്തനം എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ 116 സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ യഹോവയുടെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന. ഈ വർഷം ഹല്ലേലൂയ നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും, യഹോവയുടെ പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിൽ, ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിൽ ആയിരുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലയോ? ഈ 2025 നമ്മൾ ആരംഭിച്ച സമയം മുതൽ നമ്മളൊന്ന് പ്രവർത്തിച്ച് തിരിഞ്ഞു നോക്കിയാൽ എത്ര അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നു. എന്നാൽ ഹല്ലേലൂയ സന്തോഷത്തോടെ ഹല്ലേലൂയ ഇന്ന് കാലം നമുക്ക് പറയുവാൻ കഴിയും, യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ എൻ്റെ ദൈവം ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുക, അവൻ തൻ്റെ ചെവിയെങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കാം. എത്ര പേർക്ക് പറയുവാൻ കഴിയും പ്രിയമുള്ളവരെ? ഒരു ദിവസം തന്നെയല്ല, ജീവകാലമൊക്കെയും എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ, എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എൻ്റെ എന്താ കാര്യം ഹല്ലേലൂയ അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായച്ചത് കൊണ്ട് ഹല്ലേലൂയ എൻ്റെ പ്രാർത്ഥന കേട്ടത് കൊണ്ട്, എൻ്റെ കണ്ണുനീര് കണ്ടത് കൊണ്ട്, എൻ്റെ വേദന ഹല്ലേലൂയ തമ്പുരാൻ ഹല്ലേലൂയ അറിഞ്ഞത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ ജീവകാലമൊക്കെ എൻ്റെ ദൈവത്തെ വിളിച്ചറി അപേക്ഷിക്കുമെന്ന് ഈ സങ്കീർത്തനക്കാരോട് ചേർന്ന് നമുക്ക് രാത്രികാലം ഈ 2025 അവസാന ദിവസം നമുക്ക് പറയുവാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, പ്രിയ സഹോദരി ദൈവത്തിന് സേവയുടെ കൂടെ, ദൈവത്തിന് സ്തോത്രം, അച്ഛയുടെ കൂടെ കടന്നു വന്നതാണ് ഹല്ലേലൂയ. നമ്മുടെ ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അച്ഛ കടന്നു വരുമ്പോൾ കൂടെ വരണം. ദൈവത്തിന് സ്തോത്രം. എല്ലാ ഹല്ലേലൂയ ആരാധനയ്ക്കും കടന്നു വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന് സാവധിയുള്ളപ്പോഴൊക്കെ ഹല്ലേലൂയ അച്ഛ ഇവിടെ വരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇവിടെ കടന്നു വരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അങ്ങനെ പലരെയും കൂട്ടിക്കൊണ്ടുവരിക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വലിയ കരം ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, മരണപാശങ്ങളെ ചുറ്റി, പാതാള വേദനകളെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമെന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മരണകരമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഞാൻ സാക്ഷി പറഞ്ഞല്ലോ. മരണകരമായ പ്രതിസന്ധികൾ, വേദനകൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിലവിളിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം വിടുവിപ്പാൻ ദൈവം ശക്തനാ. പ്രിയമുള്ളവരെ, എൻ്റെയും ജീവിതത്തിൽ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, സാക്ഷി പറഞ്ഞല്ലോ, ദൈവത്തിന് സ്തോത്രം കടന്നു പോയപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഞാൻ കണ്ടില്ല, കടന്നങ്ങോട്ട് നടന്നു പോയപ്പോൾ തല ഹല്ലേലൂയ ഒരു ഭീമേല്, ദൈവത്തിന് സ്തോത്രം, ബിൽഡിങ്ങിന്റെ ഭീമേൽ വളരെ ശക്തമായിട്ട് ഇരിക്കുവാനിടയായി. കണ്ണിന്റെ മേവശവും താഴ്വശവും മുട്ടി, എന്നാൽ കണ്ണിനകം മുട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് അപ്രകാരമാണ് പ്രിയമുള്ളവരെ. ഒരു പക്ഷേ കണ്ണിലാ മുട്ട ഹല്ലേലൂയ ആ ഇടിയിട്ടിരുന്നുവെങ്കിൽ കണ്ണ് തകർന്നു പോയേനെ. ഹല്ലേലൂയ നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നത് അപ്രകാരമാണ്. മരണകരമായ പലവിധ രോഗങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ നമ്മുടെ ജീവിതത്തെ കടന്നു വന്നില്ലയോ? കഴിഞ്ഞ ഒരു വർഷം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ, എന്നാൽ അവിടെ നിന്ന് നമ്മെ വെടിവെച്ച് നമ്മളെ സുഖത്തോട്, ക്ഷേമത്തോട്, സൗഖ്യത്തോട് കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മെ നിർത്തിയ ദൈവം എത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവിടെ പറയുന്നു ഹല്ലേലൂയ. ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്താ യഹോവ ചെയ്ത ഉപകാരം? നീ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ വാക്യങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കാറുള്ളതാ. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വെടിവെച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം, രക്ഷിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാണനെ മരണത്തിൽ നിന്ന്, പലപ്പോഴും മരണകരം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ തലയ്ക്ക് പിന്നെ കടന്നു വന്നു. എന്നാൽ നമ്മളെ വെടിവെച്ച ഒരു ദൈവം, അതുകൊണ്ട് നമുക്ക് മൗനമായിട്ട് ഇരിപ്പാൻ കഴിയത്തില്ല. എൻ്റെ ദൈവം എനിക്ക് എന്താ ഉപകാരം ചെയ്തത്? ഞാൻ രക്ഷയുടെ പാന മാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? എനിക്ക് യഹോവ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ രക്ഷയുടെ പാന മാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. ഒന്ന് ആരാധിക്കുവാൻ കഴിയണം പ്രിയമുള്ളവരെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ശക്തരായി തീരുവാൻ കഴിയണം. ഹല്ലേലൂയ. ഒരിക്കലും മൗനമായിട്ടിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുക, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എൻ്റെ കാലിനെ വീഴ്ച
ഉപേക്ഷിച്ചിരിക്കുന്നു. കണ്ണുനീരിന്റെ അവസ്ഥ പലപ്പോഴും ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൽ പലപ്പോഴും രാത്രിയാമങ്ങളിൽ കരയുന്ന കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിന്മേൽ പിടിവിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാകാലില്ല. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഞാൻ ഒത്തിരി കരഞ്ഞ ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ തമ്പുരാൻ നമുക്കറിയാം, നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് അവൻ മറുപടി നമുക്ക് വേണ്ടി ഒരുക്കുന്നവനാ, യാതൊരു സംശയവുമില്ല. ദൈവത്തിന്റെ കരമ നമുക്ക് വേണ്ടിയുള്ളത്. ദൈവത്തിന് സ്തോത്രം. കണ്ണിനെ കണ്ടുതരുന്നു, കാലിനെ വീഴ്ചയിൽ നിന്ന് പിടിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മൾ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ വീണു പോകാമായിരുന്നു, തകർന്നു പോകാമായിരുന്നു. അവിടെ നിന്നെല്ലാം നമ്മളെ പിടിപ്പിച്ചു കൊണ്ടുവന്ന ഒരു ദൈവമില്ലയോ? നമ്മളെ സഹായിച്ച ഒരു ദൈവമില്ലയോ? നമ്മളെ ഉയർത്തിയ ഒരു ദൈവമില്ലയോ? നമ്മളെ മാനിച്ച ഒരു ദൈവമില്ലയോ? ആ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ആ ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കും? ഇവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹല്ലേലൂയ അതിന്റെ 12-13 വാക്യമൊക്കെ വായിക്കുമ്പോൾ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങളും ഞാൻ അവനെന്തോ പകരം കൊടുക്കുമെന്ന. ഇന്ന് 2025 അവസാന സമയമാ. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാം. യഹോവ എന്തുമാത്രം ഉപകാരങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്, എന്തുമാത്രം നന്മകൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്തോ പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തിന് സ്തോത്രം യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുമെന്ന. ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് കഴിയണം പ്രിയമുള്ളവരെ. നമുക്ക് എന്നിട്ട് അവിടെ പറയുന്ന ഒരു വാക്യമുണ്ട് യഹോവയ്ക്ക്. അത് 14-19 ഒരുപോലെ പറയുന്നുണ്ട്. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കഴിക്കും. അതങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ. നമുക്ക് യഹോവ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട്, വിടുതലുകളെ ഓർത്തുകൊണ്ട്, ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഒരു വാക്ക് സാക്ഷി പറയുവാൻ. ഇന്ന് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇത് സാക്ഷി പറഞ്ഞു. ഹല്ലേലൂയ, വിടുതലിനെ കുറിച്ച്. ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമ്മുടെ ഒരു സാക്ഷി ചിലപ്പം വേറൊരു സാക്ഷിയെ വിടിവിക്കുന്നതാണ് പ്രിയമുള്ളവരെ. നമ്മുടെ സാക്ഷി കേൾക്കുമ്പോൾ, നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ, വിടുതലുകളെ കുറിച്ച് പറയുമ്പോൾ, അത് മറ്റുള്ളവർക്കും അതൊരു വിടുതലായി തീരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കഴിക്കും. നമുക്ക് അങ്ങനെ ദൈവത്തിന് സ്തോത്രം കഴിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ പ്രിയമുള്ളവരെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലയോ? നമ്മുടെ പ്രതിസന്ധികൾക്കും നമ്മുടെ രോഗങ്ങൾക്കും അല്ല വിടുതൽ തന്നില്ലയോ? കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മൾ രോഗത്തിന്റെ അവസ്ഥയിൽ, വേദനയുടെ അവസ്ഥയിലൊക്കെ അകപ്പെട്ടു പോയ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലയോ? അവിടെ നിന്നെല്ലാം നമ്മളെ വിടിവെച്ചു കൊണ്ടുവന്ന കർത്താവിനെ എങ്ങനെ നമുക്ക് സ്തുതിക്കാതിരിക്കും? എങ്ങനെ നമുക്ക് ഈ വർഷാവസാനം, ഈ 2025 ഹല്ലേലൂയ, നമുക്ക് ഈ വർഷാവസാനം ഒരു പക്ഷേ കാണാൻ അല്ലെ അനേകർ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ പെട്ടെന്ന് മരണം വഴിയായി കടന്നുപോയി. കഴിഞ്ഞ ദിവസം സണ്ണി പാസ്റ്റർ പറഞ്ഞൊരു സംഭവം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാനിടയായി. രാത്രി ഹല്ലേലൂയ ഒരുപാട് നേരം സംസാരിച്ചിട്ട് തന്റെ അളിയൻ 37 വയസ്സേ ഉള്ളൂ, ഒരുപാട് ചിരിച്ച് സന്തോഷിച്ച് അവരുടെ അളിയനുമായിട്ട് സംസാരിച്ചപ്പോൾ അവരിങ്ങനെ കിടന്നുറങ്ങി. എന്നാൽ വെളുപ്പിന് 4 മണിക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം കേൾക്കുന്ന വാർത്ത എന്തുവാ? തന്റെ അളിയന് ആ രാത്രി സന്ധ്യയ്ക്ക് ഒരുപാട് നേരം സംസാരിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ അളിയൻ ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടെന്ന്. ദൈവത്തിന്റെ സ്തോത്രം. എത്ര പേര് ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് ഹല്ലേലൂയ കണ്ണിമേഖലയിൽ മാറ്റപ്പെട്ടു, ഹല്ലേലൂയ മരണം വഴിയായി മാറ്റപ്പെട്ടു പോയി. എന്നാൽ നമ്മളെ കർത്താവ് കണ്ണിന്റെ പട്ടണത്തിൽ നമ്മളെ നിർത്തിയില്ലയോ പ്രിയമുള്ളവരെ? ഈ 2025 നമ്മളെ കർത്താവ് നമ്മളെ പരിപാലിച്ചില്ലയോ? നമുക്ക് സുഖകരമായ ഒരു വർഷമല്ലായിരുന്നു. എന്നാൽ ഇനി മുന്നോട്ട് പോകുമ്പോഴും കർത്താവ് നല്ല സുഖകരമായ വർഷമായി തീരത്തില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ 2026 ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ വിടുതലിന്റെ വർഷമായി തീരട്ടെ, നന്മയുടെ വർഷമായി തീരട്ടെ, അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. ഹല്ലേലൂയ. പ്രതിസന്ധികൾ ഒത്തിരി കടന്നു വരാം. ഒരു പക്ഷേ വിശ്വാസത്തിൽ നിന്ന് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ ഒരു വർഷം ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ഹല്ലേലൂയ തീക്ഷ്ണതയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, ശക്തരായി നിൽക്കുവാൻ, ഈ പട്ടണത്തിൽ 2 പേരെ ഉള്ളെങ്കിലും ദൈവസന്നിധിയിൽ ശക്തരായി നിൽപ്പാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് സ്തോത്രം, ശക്തരായി ദിവസങ്ങൾ ഈ പട്ടണത്തിൽ നമുക്ക് നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കഴിക്കും എന്നിട്ട് പറയുന്നത്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയ
വിലയേറിയതാകുന്ന ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അന്നും വീടിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. സ്തോത്രയാഗം അർപ്പിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം എന്ന് ഞാൻ ഇത് വായിച്ചപ്പോൾ എന്നെ പണ്ടത്തെ ഒരു ഇതിലേക്ക് തിരിപ്പിക്കുവാനിടയായി. PC മാസ്റ്റർ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയിൽ അതിന്റെ തൊട്ടടുത്തൊരു ഓർത്തഡോക്സ് പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ ഒരച്ഛൻ ഹല്ലേലൂയ താനെന്നും ഈ അവിടുത്തെ ദൈവത്തിന് സ്തോത്രം ഈ പള്ളിയിൽ 10 മണിയാകുമ്പോൾ തീരും. ആ 10 മണിയാകുമ്പോഴാണ് PC മാസ്റ്റർ ദൈവത്തിന് സ്തോത്രം മാസ്റ്ററിന്റെ ചർച്ചിലെ ദൈവത്തിന് സ്തോത്രം ആരാധന തുടങ്ങുന്നത്. തൃശ്ശൂർ അറിയാം. ദൈവത്തിന് സ്തോത്രം. അത് ആ അച്ഛൻ ഇന്ന് നമ്മളൊരു നല്ല സുവിശേഷകനായി മാറി. ദൈവത്തിന് സ്തോത്രം. ആ അച്ഛൻ പറയുന്നത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ആ ചർച്ചിന്റെ അവിടെ ചെന്ന് അവരെന്തുവാ പറയുന്നതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ കേട്ടിരിക്കും. എനിക്കും ദൈവത്തിന് സ്തോത്രം. അച്ഛൻ പറയുന്നത് അവര് ഒരുപാട് സ്തോത്രം പറയും. അവരോരോരുത്തരൊക്കെ സാക്ഷി പറയാൻ അങ്ങോട്ട് എഴുന്നേറ്റാൽ ഞങ്ങൾ ഹല്ലേലൂയ കഴിഞ്ഞ ദിവസം കടന്നു പോയപ്പോൾ, ഞങ്ങൾ അങ്ങനെയായിരുന്നപ്പോൾ, ഞങ്ങൾ ഇങ്ങനെയായിരുന്നപ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ വീണു പോകാമായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളെ സംരക്ഷിച്ചു, ഞങ്ങളെ ദൈവം കരുതി എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷി പറയും. എന്നിട്ട് ഹല്ലേലൂയ ഈ പിന്നത്തെ അടുത്ത ആഴ്ചയിലായി അച്ഛന്റെ പ്രസംഗ വിഷയം അവിടുത്തെ സാക്ഷിയായിരിക്കുമെന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം. അച്ഛൻ ഹല്ലേലൂയ പിന്നെ വിശ്വാസത്തിൽ വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം തന്റെ മെസ്സേജ് ഞാൻ കേൾക്കുമ്പോൾ താൻ ഇങ്ങനെ പറയുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവം എത്ര സ്തുതിച്ചാലും എത്ര സ്തോത്രം ചെയ്താലും നമ്മുടെ ദൈവം ഒക്കെ മതിയാകത്തില്ല. നമുക്ക് വേണ്ടി അവൻ ചെയ്ത നന്മകൾ ഓർത്താൽ, വിടുതലുകൾ ഓർത്താൽ, ഉപകാരങ്ങൾ ഓർത്താൽ എന്തുമാത്രം ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തോ പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് എന്റെ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സംഘത്തിന് മുമ്പാകെ സമർപ്പിക്കാം. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് എന്റെ ദൈവത്തെ ആരാധിക്കും, എന്റെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഈ 2025 ആദ്യം മുതൽ അവസാനം വരെ എന്നെ നടത്തിയ ദൈവത്തെ എനിക്ക് സ്തുതിക്കുവാതിരിക്കാൻ കഴിയത്തില്ല, എനിക്ക് ആരാധിക്കുവാതിരിക്കാൻ കഴിയത്തില്ല. ആ ദൈവത്തിന്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ധൈര്യത്തോട് പറയാം. നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ